കൂപ്പറിനെയും കൂട്ടി അവൾ നേരെ പോയത് ഒരു കോൺഫറൻസ് ഹാളിലേക്കാണ്. അവിടെ കുറെ വ്യക്തികൾ ഉണ്ടായിരുന്നു. കൂടെ മർഫിയും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കൂപ്പറിനറിയാം. അദ്ദേഹമാണ് പ്രൊഫസർ ബ്രാൻഡ്. നേരത്തെ കണ്ട അമേലിയയുടെ അച്ഛനാണ് ഈ പ്രൊഫസർ ബ്രാൻഡ്. ഇപ്പോൾ നമ്മുടെ കൂപ്പർ എത്തിയ സ്ഥലം നാസയുടെ സീക്രട്ട് പ്ലേസ് ആണ്. അതുമാത്രമല്ല, വളരെ രഹസ്യമായ ഈ സ്ഥലം സാധാരണക്കാർക്ക് അറിയാൻ ഒരു വഴിയുമില്ല. നാസയിലെ ചിലർക്ക് മാത്രമേ ഈ രഹസ്യമായ സ്ഥലത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കൂപ്പർ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് എന്നൊക്കെ അവർ കൂപ്പറിനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി കൂപ്പർ, അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. അത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അതൊരു മിസ്റ്റീരിയസ് ആയ ഒരു കാര്യമാണ് എന്നൊക്കെ കൂപ്പർ പറയുന്നു. ഇത് കേട്ട അവർ കൂപ്പറിനെ എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു കാരണം ഇങ്ങോട്ടേക്ക് എത്തിച്ചു എന്ന കാര്യം അവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ പ്രൊഫസർ ബ്രാൻഡ് കൂപ്പറിനെയും കൊണ്ട് ആ സ്ഥലം മുഴുവനും ചുറ്റി കാണിക്കുന്നു. അപ്പോഴാണ് പ്രൊഫസർ ബ്രാൻഡ് ഈ സീക്രട്ടായ സ്ഥലത്തെക്കുറിച്ച്, ആ ബ്ലൈറ്റിനെയും പറ്റിയും, ആ വൈറസ് മൂലം 7 വർഷം മുമ്പ് വീറ്റ് ഇല്ലാതാവുകയും മറ്റു ധാന്യങ്ങൾ നശിച്ചു, ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ചോളവും ഇല്ലാതാകും, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും. അതുമാത്രമല്ല, ഈ ഭൂമി പതിയെ ഇല്ലാതാകാൻ പോവുകയാണ്. ഇനി ഈ ഭൂമിയെ പഴയ അവസ്ഥയിൽ